അപ്പോൾ ഇന്നത്തെ ലഞ്ച് ബോക്സ് അങ്ങ് നോക്കിയാലോ? ഞാൻ ഈ അന്നന്നത്തെ വീഡിയോ എടുത്തിട്ട് ഉച്ചയാകുമ്പോഴത്തേനൊക്കെ ചെയ്തിട്ട് പിറ്റേന്നാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനങ്ങ് ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു. ബിരിയാണിയല്ല, ഫ്രൈഡ് റൈസ്. ബിരിയാണി എനിക്ക് വെക്കാൻ അറിയത്തില്ല, അതൊന്ന് പരീക്ഷിച്ച് നോക്കണം. ആദ്യം അന്തസ്സായിട്ടും അമ്പാടിക്കുട്ടൻ്റെ ചോറൊക്കെ നല്ല സെറ്റപ്പിൽ അങ്ങോട്ട് വീഡിയോ എടുത്ത് വെച്ചിട്ട് മൊബൈലിൽ നോക്കിയപ്പോൾ ഉണ്ട് അതിൻ്റെ സ്വിച്ച് ഓൺ ആക്കിയില്ല. പിന്നെ വിചാരിച്ചെങ്കിൽ പിന്നെ ലച്ചുമോക്ക് രണ്ടുപേർക്കും ഒന്ന് തന്നെ അതിൻ്റെ രണ്ടായിട്ട് എടുക്കണ്ടല്ലോ. അവൻ എൻ്റെ ലച്ചുമോടെ ലഞ്ച് ബോക്സ് അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചത്. ഇന്ന് നമുക്ക് ഞാൻ പേപ്പറിലാണ് കൊടുത്തു വിടുന്നത്. ബിരിയാണി ആവുമ്പോൾ അവള് പാത്രത്തിൽ കഴിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ. ഇതാകുമ്പോൾ കൂട്ടുകാരൊക്കെ ചോദിച്ചാൽ ഇച്ചിരി കൊടുക്കുകയും കൂടെ ചെയ്യാമല്ലോ. അപ്പം ഞാൻ ചിക്കൻ അതിൻ്റെ നടുക്കോട്ട് അങ്ങ് വെച്ചിട്ട് പപ്പടം പൊടിച്ച് അതിൻ്റെ മണ്ടയിലോട്ട് വെച്ച് കേട്ടോ. എനിക്കിതാ ഇഷ്ടം. എന്നിട്ട് നമ്മൾ പൊതി കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, ആ പപ്പടം ഇങ്ങനെ അതിനകത്ത് കുതിർന്നിരുന്നിട്ട് ചോറ് കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ഇല്ലേ. എൻ്റെ ടേസ്റ്റ് എനിക്കിഷ്ടം അതോ എൻ്റെ ടേസ്റ്റ് തന്നെ എൻ്റെ മക്കൾക്കും, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തത്. പിന്നെ സലാഡ് അരിഞ്ഞു വെച്ചിട്ട് തൈര് ശകലേ ചേർത്തോളൂ കേട്ടോ. കവറിനകത്തൊക്കെ വെച്ചിട്ട് കൊണ്ടുപോകുമ്പോഴേ ഉച്ചയാകുമ്പോഴത്തേന് അതിനകത്തൊക്കെ വീഴുമെന്ന് പേടിച്ച് കുറച്ചേ മേടിച്ചുള്ളൂ. ഒരു വെള്ളരിക്ക എനിക്കൊരു ചേട്ടൻ കഴിക്കാൻ തന്നതായിരുന്നു കേട്ടോ. കടയിൽ ചെന്നപ്പോൾ പച്ചക്കറി മേടിക്കാൻ ചെന്നപ്പോൾ അവരുടെ വീട്ടിലെ വെള്ളരിക്കയാന്ന് പറഞ്ഞ് കഴിച്ചു നോക്കെന്ന് പറഞ്ഞ് തന്നെ. അപ്പോൾ അതുകൂടി ഇതിനകത്തങ്ങ് വെട്ടിയിട്ട് ഒത്തിരി ദിവസം കൊണ്ടേ വിട്ടിരിക്കും. അങ്ങനെ വെച്ചപ്പോൾ മക്കൾക്ക് വേണ്ട, ഇതിനകത്താകുമ്പോൾ പറക്കി തിന്നോളും. അപ്പം നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. എല്ലായിടവും മഴയൊക്കെ ഉണ്ടോ? എല്ലാവരും സുഖമായിട്ടിരിക്കുവാന്നോ? അപ്പം ഇനി തിങ്കളാഴ്ച